Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണ്. ഇൻഫിനിക്സിന്റെ പുതിയ ഹോട്ട് 11 2022 വേരിയന്റ് ആണ്. അപ്പോൾ അൺബോക്സിംഗിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും വിഷു ആശംസകൾ നൽകുന്നു. അപ്പോൾ ഇൻഫിനിക്സിന്റെ ഹോട്ട് 11 എന്ന് പറഞ്ഞ ഡിവൈസ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു പോപ്പുലർ ഡിവൈസ് ആയിരുന്നു. ഇത്തവണ അത് ഒരു 2022 എഡിഷൻ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ നല്ല ഒരു ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പ്രൈസ് വെറും 8,999 രൂപ, അതായത് വെറും 9,000 രൂപയ്ക്ക് 6.7 ഇഞ്ചസ് ഫുൾ HD പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ പ്രൈസ് സെഗ്മെന്റിൽ ഫുൾ HD പഞ്ച് ഹോൾ ഡിസ്പ്ലേ തരുന്ന ഒരു ഫോൺ പോലും ഇപ്പം മാർക്കറ്റിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വർഷം ഇറങ്ങിയ എല്ലാ ഫോണും ഈവൻ 20,000 രൂപയ്ക്ക് വരെ എന്താ പറയുക വാട്ടർ ഡ്രോപ്പ് നോച്ച് തരുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ആ സമയത്താണ് ഇൻഫിനിക്സ് വെറും 9,000 രൂപയ്ക്ക് 6.7 ഇഞ്ചസ് ഫുൾ HD ആണ്. ഇത് HD പ്ലസ് അല്ല, ഈവൻ 12,000-11,000 രൂപയ്ക്ക് വരെ HD പ്ലസ് ആണ് തരുന്നത്. ഇവിടെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കി ഫോണിൻ്റെ വിശേഷങ്ങളും ഹാർഡ്വെയർ എല്ലാം നമ്മൾ ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഒരു ഗ്രീൻ ബോക്സ് ആണ്. ഇൻഫിനിക്സ് ഹോട്ട് 11 2022 എന്ന് എഴുതിയാണ്. 6.7 ഇഞ്ചസ് ഡിസ്പ്ലേ, പഞ്ച് ഹോൾ ഡിസ്പ്ലേ. ഇനി ബാക്ക് ഓഫ് ദ ബോക്സിൽ ബാക്കി സ്പെസിഫിക്കേഷൻ കാണാം. യൂണിസോക്ക് T610 ഒക്ടോകോ പ്രോസസ്സറാണ്. ഇത് 12 നാനോമീറ്റർ പ്രോസസ്സറാണ്. യൂണിസോക്ക് ആക്ച്വലി ഒരു പോപ്പുലർ എന്താ പറയുക പ്രോസസ്സർ കമ്പനിയാണ്. ആക്ച്വലി ഇന്ത്യയിൽ അധികം ബ്രാൻഡ്സ് അത് യൂസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. എങ്കിലും കഴിഞ്ഞ വർഷം വളരെ പോപ്പുലറായ ബഡ്ജറ്റ് സെഗ്മെന്റിൽ പോപ്പുലറായ ഒരു ചിപ്പാണ് യൂണിസോക്കിന്റെ T610. ഇതൊരു ഒക്ടോകോ പ്രോസസ്സറാണ്. അതേപോലെ 4GB ഓഫ് റാമോ 64GB ഓഫ് സ്റ്റോറേജുമാണ് വരുന്നത്. 13 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ക്യാമറയാണ്, ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. ഈവൻ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും ഈ പ്രൈസ് സെഗ്മെന്റിൽ ആദ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. 5000 mAh കപ്പാസിറ്റി ബാറ്ററി, ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും സിനിമാറ്റിക് DTS ഓഡിയോ പ്രോസസ്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രൊഡക്ടറി പ്രൈസിംഗ് ആണ് 8,999, അതായത് 9,000 രൂപയാണ് ഇതിന്റെ പ്രൈസിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഡിവൈസ് കാണാം. ഡിവൈസിന്റെ ഹാർഡ്വെയർ ഇവിടെ വീണ്ടും തന്നെ എഴുതിയത് കാണാം. സ്ലോ മോഷൻ വീഡിയോ വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എഴുതിയതാണ്. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരും നോക്കാം. നമുക്ക് കിട്ടുന്ന ഒരു USB ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. ഒരു 10 വാട്ട് അഡാപ്റ്ററാണ്. ഇത് 5 വോൾട്ട് 2 ആംപിയർ 10 വാട്ട് അഡാപ്റ്ററാണ്. അതേപോലെ ഒരു സിം ഇജക്റ്റർ പിൻ കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു മാനുവലും ഇൻഫിനിക്സിൻ്റെ വാറൻറ്റിയാണ്, യൂസർ മാനുവലാണ്. ഇവിടെ നമുക്ക് എന്താ ഡീറ്റെയിൽസ് ഒന്നും കാര്യമായൊന്നുമില്ല, കാരണം അതിൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു യൂസർ ഗൈഡ് ഉണ്ട് ഇവിടെ, സർവീസ് ഗൈഡാണെന്ന് എനിക്ക് തോന്നുന്നു. അത് വാറൻറ്റി ആൻഡ് ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു കേസാണ്, ഒരു TPU കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. നമ്മളെപ്പോഴും കാണുന്ന പോലത്തെ ഒരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 11 2022 വേരിയൻറ്റ്. ഒരു ലാർജ് 6.7 ഇഞ്ചസ് ഫുൾ HD പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആസ്പെക്ട്സിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഡിസൈൻ ആസ്പെക്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഡിസൈൻ ആക്ച്വലി ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, ഒരു സ്ക്വയറിഷ് ക്യാമറ ലേ ഔട്ടാണ്. എഡ്ജസ് എല്ലാം കർവ്ഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കാണാം ബാക്കിൽ കണ്ടില്ലേ ഒരു ഗ്ലോസി ഫിനിഷ്, അതേപോലെ ഒരു പാറ്റേൺ കണ്ടു. ലൈറ്റ് വീഴുമ്പോൾ ഒരു പ്രത്യേക പാറ്റേൺ കണ്ടു, നല്ല രസമുണ്ട് കാണാൻ. ആക്ച്വലി ഇതൊരു ഗ്ലോസി ഫിനിഷാണ്. അതേപോലെ ഇൻഫിനിക്സ് ബ്രാൻഡിങ് കാണാം. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ ഫ്ലാറ്റ് സൈഡ് പാനലാണ്. ഇവിടെ ഫിംഗർ പ്രിന്റ് സ്കാനറും വോളിയം റോക്കർ കീസുമാണ് വരുന്നത്. മുകൾ ഭാഗത്ത് 3.5 mm ഓഡിയോ ജാക്കാണ്. സൈഡിൽ സിം ട്രേ ആണ്. ഇതിൽ ഹൈബ്രിഡ് സ്ലോട്ടാണ്. ഒരു SD കാർഡും ഒരു സിം കാർഡ് അല്ലെങ്കിൽ 2 സിം കാർഡ് യൂസ് ചെയ്യാം. പിന്നെ താഴെ USB ടൈപ്പ് സി പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. DTS സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കറാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു 8 മെഗാപിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി 6.7 ഇഞ്ചസ് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസ്പ്ലേന് നമുക്ക് 114% sRGB കളർ ഗ്യാമറ്റ് ഉണ്ട്. അതേപോലെ 1500:1 കോൺട്രാസ്റ്റ് റേഷ്യോ ആണ്. 89.5 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ ഇതിനകത്ത് പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 550 nits ഓഫ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്, പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതും നല്ലൊരു ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ടച്ച് റെസ്പോൺസും നല്ലൊരു ക്വാളിറ്റിയാണ്. സ്റ്റാൻഡേർഡ് 60 Hz ആണ്, അതിൽ കൂടുതൽ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു
ക്വാളിറ്റിയാണ്. വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഫുൾ HD പാനൽ തന്നെ ഇപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വളരെ റെയറാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഒട്ടുമിക്ക ഫോൺസും HD+ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫുൾ HDയും അതേപോലെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് 12 കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്കിപ്പോൾ 9,000 രൂപയ്ക്ക് ആൻഡ്രോയിഡ് 12 എക്സ്പെക്ട് ചെയ്യാം അത്രയ്ക്കൊരു ഇതില്ല. കാരണം ഒട്ടുമിക്ക ഫോൺസൊക്കെ ആൻഡ്രോയിഡ് 11 ഇറങ്ങുന്നത്. 10,000 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ആൻഡ്രോയിഡ് 12 ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് യൂണിസോക്കിൻ്റെ T610 ഒക്ടോകോർ പ്രോസസ്സറാണ്. 4 GB റാമും 64 GB സ്റ്റോറേജുമാണ് വരുന്നത്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ എല്ലാം ഇവിടെ എഴുതി കാണാം. ഇത് ആക്ച്വലി XOS 10 ലൈറ്റ് വേർഷനാണ്, ഫുൾ വേർഷൻ അല്ല. ഇതൊരു ലൈറ്റ് വേർഷനാണ്. കാരണം കുറച്ചും കൂടെ ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് ഫുൾ എക്സ്പീരിയൻസ് വരുന്നില്ല. കുറച്ചും കൂടെ ലൈറ്റ് വേർഷനാണ്. ചില ഫീച്ചേഴ്സൊക്കെ മിസ്സിംഗ് ആയിരിക്കും. തീംസ് ആൻഡ് ലോക്ക് സ്ക്രീൻ ഉണ്ട്, അതേപോലെ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. സ്മാർട്ട് കൺട്രോൾസ് ഉണ്ടല്ലേ, സ്മാർട്ട് കൺട്രോൾസ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഫുൾ XOS എക്സ്പീരിയൻസ് അല്ല ഇതിനകത്ത് വരുന്നത്. XOS ലൈറ്റ് ആണ് വരുന്നത്. എങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബ്ലോട്ട് വെയർസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ചധികം ബ്ലോട്ട് വെയർസ് ഇൻക്ലൂഡഡ് ആണ്. എങ്കിലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചിലതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ബ്ലോട്ട് വെയർസ് ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല ഫസ്റ്റ് യൂസേജിൽ. എങ്കിലും ഒരു ട്രിം ഡൗൺ വേർഷനാണ്, ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഒരു ട്രിം ഡൗൺ വേർഷനാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഡേ ടു ഡേ പെർഫോമൻസിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രീം ടാസ്ക് ഒന്നും നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ യൂണിസോക്കിൻ്റെ T610 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രോസസ്സറാണെന്ന് പറയും. കാരണം ഇതിനകത്ത് നമ്മൾ 1-2 ഫോൺസിൽ കണ്ടിട്ടുണ്ട് ഈ പ്രോസസ്സർ. എങ്കിലും ഒരു 10,000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു ചിപ്പാണ്. അതേപോലെ 4 GB റാമോ 64 GB സ്റ്റോറേജ് ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ് തീർച്ചയായിട്ടും പറയാം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് ഒരു 13 MP പ്രൈമറി ക്യാമറയും ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. അതേപോലെ നമുക്കിവിടെ ക്യാമറയ്ക്ക് LED ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ ഒരു 8 MP AI സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇനി ക്യാമറ UI നോക്കാം, വല്ല മാറ്റങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ. കുറച്ചൊരു ഡിഫറെൻ്റായ ഒരു UI ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് അധികം ഓപ്ഷൻസ് കാണാം. പ്രോ മോഡ്, ബേഴ്സ് മോഡ്, പാനോറമ, പോർട്രേറ്റ്, പിന്നെ ടൈം ലാപ്സ്, സ്ലോ മോഷൻ. പിന്നെ വീഡിയോയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ക്വാളിറ്റി നോക്കാം എത്രയാണ് വരുന്നതെന്ന്. വീഡിയോ 1080p റെസൊല്യൂഷൻ ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പല ഫോണും 720p വരാറുണ്ട്. ഇവിടെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നൈറ്റ് മോഡ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പ്രോബ്ലി ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയതുകൊണ്ട് നൈറ്റ് മോഡില്ല. പക്ഷേ HDR സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ക്യാമറയുടെ കാര്യം പറയുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി ഒന്ന് കാണാം. ഇതെല്ലാം ഇൻഫിനിക്സ് ഹോട്ട് 11 2022 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിന് വേണ്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 9,000 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് ഇൻഫിനിക്സ് ഹോട്ട് 11 2022 ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ DTS സറൗണ്ട് സൗണ്ട് ഇൻക്ലൂഡഡ് ആണ്. എപ്പോഴും ഇൻഫിനിക്സ് DTS തരാറുണ്ട്. അപ്പോൾ ഈ ഫോണിലും അത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതും വീണ്ടും നല്ലൊരു ആസ്പെക്റ്റ് ആണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നല്ലൊരു ബാറ്ററി ലൈഫ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് 10 watt ചാർജിങ്ങേ ഉള്ളൂ. കാരണം ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വലിയൊരു എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കാൻ പറ്റില്ല. 10 watt ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാർജിങ് ടൈം എനിക്കറിയില്ല, കുറച്ച് സമയം എന്താണെങ്കിലും എടുക്കും. 5000 mAh 10 watt ഒരു 2 മണിക്കൂറിൽ ഏറെ എടുക്കേണ്ടതാണ്. എങ്കിലും 5000 mAh നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബാറ്ററിയാണ്. നമുക്ക് തീർച്ചയായിട്ടും പറയാം ഒരു 1.5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 11 2022 ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിവൈസാണെന്ന് പറയുന്നത്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ 8,999 രൂപയ്ക്ക് നല്ലൊരു ഓഫറിംഗ് ആണ്. പ്രത്യേകിച്ച് 2-3 നല്ല ആസ്പെക്ട്സ് പറയാം. ഒന്ന് നല്ല ഡിസൈനാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും ഉണ്ട്. പിന്നെ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ലൊരു ഫീച്ചറായിട്ട് പറയാം. പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഉണ്ട്. ഡിസ്പ്ലേ ആണ് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ 550 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. കളർ ഗ്യാമ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലതാണ്. ടച്ച് റെസ്പോൺസ് നല്ലതാണ്. പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ലൈറ്റ് വേർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തരില്ല. എങ്കിലും ഇതൊരു ഗെയിമിങ്ങിന് അനുയോജ്യമായ ചിപ്സെറ്റ് ഒന്നും അല്ല കേട്ടോ.
അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും നമുക്ക് ഇന്ന് കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റാണ്. പിന്നെ അത്യാവശ്യം ഭേദപ്പെട്ടൊരു ക്യാമറ എക്സ്പീരിയൻസും നല്ല ബാറ്ററി ലൈഫും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 11 2022 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഡിവൈസിൻ്റെ വില 8999 ഇതൊരു ഇൻട്രൊഡക്ടറി ഓഫറാണ്. അത് കഴിഞ്ഞ് എന്തായിരിക്കും വില എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. എങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇൻട്രൊഡക്ടറി ഓഫർ തന്നെ മേടിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞാൽ പിന്നെ പഴയ പ്രൈസിങ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ മേടിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 11 2022 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ആ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.